വീഴാൻ കാരണം. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് ആമ്പല്ലൂർ ദേശീയപാത. കുണ്ടും കുഴിയും നിറഞ്ഞ് കുന്നംകുളം നഗരത്തിലെ റോഡുകൾ. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ തിങ്കളാഴ്ച മുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കും. റോഡിലെ കുഴിയിൽ വീണ് അപകടമുണ്ടായാൽ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ കേസെടുക്കുമെന്ന് ജില്ലാ കളക്ടർ. അതിരപ്പിള്ളി തുമ്പൂർമുഴിയിൽ ബസ്സിന് പുറകെ ഒറ്റയാൻ ഓടി. ഒഴിവായത് വൻ അപകടം. കയ്പമംഗലത്ത് 3 പീടിക നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തിത്തുറന്ന് വിഗ്രഹത്തിലെ മാല കവർന്നു. ഭണ്ഡാരം തകർത്ത് പണവും കവർന്നു. ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തി. ബാരിക്കേഡുകൾ മറിച്ചിടാൻ KSU പ്രവർത്തകർ ശ്രമിച്ചത് പോലീസുമായി സംഘർഷത്തിനിടയാക്കി. ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ കൊരട്ടി പഞ്ചായത്തിൽ പ്രതിപക്ഷ ബഹളം. മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിപക്ഷം പ്രമേയം അവതരിപ്പിച്ചതാണ് ബഹളത്തിനിടയാക്കിയത്. വാർത്തകൾ വിശദമായി. പുതുക്കാട് കാവല്ലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. കല്ലൂർ കാവല്ലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. ശനിയാഴ്ച രാവിലെ 7:30യോടെയാണ് റോഡിൽ കമ്പി പൊട്ടിവീണ നിലയിൽ കണ്ടത്. ഈ സമയത്ത് വൈദ്യുതി പ്രവാഹമുണ്ടായിരുന്നു. കാവല്ലൂർ കവിതാ ക്ലബിന്റെ ഭാരവാഹിയായ രാജേഷാണ് റോഡിന് കുറുകെ കമ്പി പൊട്ടിക്കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ KSEB അധികൃതരെ വിവരമറിയിച്ചതോടെ ലൈൻ ഓഫ് ചെയ്തു. കാറ്റിൽ മരച്ചില്ല വീണതാണ് കമ്പി പൊട്ടിവീഴാൻ കാരണം. സമീപത്തെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന ഇടവഴിയാണിത്. നിരവധി വീടുകളുള്ള ഈ ഭാഗത്തെ നാട്ടുകാരും ഇതിലൂടെയാണ് പോകാറുള്ളത്. മഴയിൽ പൊട്ടിക്കിടന്ന കമ്പിയിൽ നിന്ന് ഷോക്കേൽക്കാതെ വഴിയാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. KSEB അധികൃതരെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. ദേശീയപാത ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് അഴിയുന്നില്ല. റോഡിലെ കുഴിയും ഓടയുടെ സ്ലാബുകൾ തകർന്നതും കുരുക്കിന് കാരണമാകുന്നു. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. പുതുക്കാട് സെന്ററും കടന്ന് വാഹനനിര നീണ്ടു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ ഇരുവശത്തുമുള്ള പാതയിൽ ഒറ്റവരിയായിട്ടാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഓടയുടെ മുകളിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാവുന്ന തരത്തിൽ ഉറപ്പുള്ള സ്ലാബുകളാണ് സ്ഥാപിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവയെല്ലാം തകരുന്ന സ്ഥിതിയാണ്. ഇത്തരത്തിൽ തകർന്ന സ്ലാബുകൾ മാറ്റിസ്ഥാപിക്കാൻ ശനിയാഴ്ച രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് വലിയ കുരുക്കിനിടയാക്കിയത്. പിന്നീട് ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ സ്ലാബ് മാറ്റൽ അധികൃതർ ഉപേക്ഷിക്കുകയായിരുന്നു. തകർന്ന സ്ലാബിന് മുകളിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ അപകടങ്ങൾക്ക് സാധ്യതയേറെയാണ്. തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയിലും സർവീസ് റോഡിലും വാഹനങ്ങൾ നിറഞ്ഞതോടെ പുതുക്കാട് മുതൽ ആമ്പല്ലൂർ വരെയുള്ള ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ആശുപത്രിയിലേക്കും ആളുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിയായി. വാഹനം എത്താത്തതുമൂലം പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിലെ ആശുപത്രിയിലെത്തിയ രോഗിയെ ബൈക്കിലാണ് കയറ്റിവിട്ടത്. ഈ ഒരു ബ്ലോക്ക് ഇതേപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളായി. ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടെത്താൻ ഇവിടുത്തെ അധികാരികൾക്കോ ബന്ധപ്പെട്ട ആളുകൾക്കോ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ പേരിൽ നിരവധി തവണ ഇവിടെ പല സമരങ്ങൾ നടത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇതുവരെ അതിനൊരു പരിഹാരം കാണാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. മനുഷ്യരെ ജനങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്നൊരു അവസ്ഥ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇന്ന് ഈ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ആമ്പല്ലൂർ കടക്കാൻ അരമണിക്കൂറോളം സമയമാണ് എടുക്കുന്നത്. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് യാത്രക്കാർ വലയുമ്പോഴും ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും പ്രശ്നത്തിൽ ഇടപെടാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്. ദേശീയപാതയിലെ പുതുക്കാട് ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളം കുടുങ്ങിയ രോഗിക്ക് രക്ഷകരായി SIയും പൊതുപ്രവർത്തകരും. ചാലക്കുടി സ്റ്റേഷനിലെ SI വിശ്വനാഥനും പൊതുപ്രവർത്തകനായ സിൻഡോ പയ്യപ്പിള്ളിയുമാണ് ആശ്വാസകരം നീട്ടിയത്. KSRTC സ്റ്റാൻഡിന് എതിർവശത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഫിസിയോതെറാപ്പിക്കായി എത്തിയ പുതുക്കാട് സ്വദേശി വെള്ളിയത്ത് അഗസ്റ്റിനാണ് മണിക്കൂറുകളോളം ദുരിതത്തിലകപ്പെട്ടത്. ഭാര്യയോടൊപ്പം എത്തിയ അഗസ്റ്റിൻ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനാകാതെ 4 മണിക്കൂറോളമാണ് ആശുപത്രിക്ക് മുന്നിലെ ഗതാഗതക്കുരുക്കിൽ കാത്തുനിൽക്കേണ്ടി വന്നത്. സർവീസ് റോഡിൽ മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ മൂലം ഇവർ വിളിച്ച വാഹനങ്ങൾക്ക് അടുത്തേക്കെത്താനായില്ല. ഈ സമയം ബാങ്കിലേക്കെത്തിയ വിശ്വനാഥനും ബാങ്കിലെ ജീവനക്കാരനായ സിൻഡോയും ടാക്സികൾ വിളിച്ചു നോക്കിയെങ്കിലും തിരക്കിലൂടെ കടന്നുവരാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. തുടർന്ന് വിശ്വനാഥനും സിൻഡോയും ചേർന്ന് ബാങ്കിലേക്ക് വന്നയാളുടെ ബൈക്കിൽ കയറ്റിയിരുത്തി വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തുള്ള വീട്ടിലേക്ക് പോകാനാകാതെ 4 മണിക്കൂറാണ് ആശുപത്രിക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്നത്. TCV ന്യൂസ്, പുതുക്കാട്. കുണ്ടും കുഴികളും നിറഞ്ഞ് കുന്നംകുളം നഗരത്തിലെ റോഡുകൾ വീണ്ടും ഗതാഗത യോഗ്യമല്ലാതായി. നഗരത്തിലേക്ക് പ്രവേശിക്കാവുന്ന പ്രധാന റോഡുകളിലാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്.
മഴ ശക്തമായതോടെ കാണിയമ്പാൽ റോഡിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. മുൻപ് ഗ്യാസ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയ ഭാഗങ്ങളിലാണ് ടാർ ഇളകി മാറി വീണ്ടും കുഴികൾ ഉണ്ടായിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തികൾക്കായി എടുത്ത കുഴികൾ കൃത്യമായി നികത്താത്തതാണ് വീണ്ടും കുഴികൾ രൂപപ്പെടാൻ കാരണമായത്. വാട്ടർ അതോറിറ്റി നിർമ്മാണ പ്രവർത്തികൾക്കായും റോഡിൽ കുഴികൾ എടുത്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഇവിടെ അപകടം പതിയിരിപ്പുണ്ട്. പെട്ടെന്ന് കുഴി ശ്രദ്ധയിൽപ്പെടുമ്പോൾ വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും അപകടത്തിനിടയാക്കും. സ്വകാര്യ ആശുപത്രി, സ്കൂളുകൾ, മെഡിക്കൽ ക്ലിനിക്കുകൾ, BSNLന്റെ പ്രധാന കാര്യാലയം, വിവിധ ക്വാർട്ടേഴ്സുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന മേഖല കൂടിയായതിനാൽ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പാതയിലൂടെ കടന്നുപോകുന്നത്. വൺ വേ റോഡിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോഴും ഗുരുവായൂരിലേക്ക് ചെറുവാഹനങ്ങൾ എളുപ്പമെത്താനും ഈ വഴിയാണ് വിനിയോഗിക്കാറുള്ളത്. വടക്കാഞ്ചേരി റോഡിൽ നിന്നും മലങ്കര ആശുപത്രിയിലേക്കും സീനിയർ ഗ്രൗണ്ടിലേക്കും പ്രവേശിക്കാവുന്ന റോഡുകൾ ഉൾപ്പെടെ പല റോഡുകളിലും ഇതേ അവസ്ഥയാണ്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിന്റെ അപകടാവസ്ഥ വ്യക്തമാക്കി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഇനിയും കുഴികൾ ഉണ്ടാകാത്ത രീതിയിൽ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ ഈ മാസം 21 മുതൽ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന 75ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നിർത്തിവെക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകൾക്ക് ദിനംപ്രതി വളരെയധികം അറ്റകുറ്റപ്പണികളും തൊഴിലാളികൾക്ക് മാനസിക സമ്മർദ്ദവും മൂലം ബസ് ഓടിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. കളക്ടർ, ദേശീയപാത അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തത് മൂലമാണ് 21 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അസോസിയേഷൻ ഭാരവാഹികളായ ആസിഫ് കാക്കശ്ശേരി, നിമിൽ കുട്ടുക്കൽ, സന്ദീപ് കൃഷ്ണ, ഷൈൻ, പ്രസന്നൻ, വൈശാഖ്, നിഹാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മഴ കനത്തതോടെ ചാവക്കാട് ദേശീയപാതയിലെ സർവീസ് റോഡ് ഒലിച്ചുപോയി. പുതുതായി നിർമ്മിച്ച തിരുവത്ര അത്താണി കിഴക്കുഭാഗത്തെ സർവീസ് റോഡാണ് തകർന്നത്. ഏതാണ്ട് 100 മീറ്ററോളം ദൂരത്തിൽ ടാർ ഒലിച്ചുപോയി റോഡ് ഇല്ലാതായിട്ടുണ്ട്. 6 മാസം മുമ്പ് നിർമ്മിച്ച റോഡാണ് ഈ സ്ഥിതിയിലായത്. വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ ഇരുചക്ര വാഹന യാത്രികർ ജീവൻ പണയപ്പെടുത്തിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. കുഴിയിൽ വീണ് അപകടങ്ങളും പതിവാണ്. രോഗികളുമായി ആംബുലൻസുകൾക്ക് പോലും കടന്നുപോകാൻ കഴിയുന്നില്ല. ഏകദേശം 100 മീറ്ററോളം റോഡ് തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. ആംബുലൻസുമായി പ്രവർത്തിക്കുന്ന ഞങ്ങളെ അപേക്ഷിച്ച് ഒരു അത്യാഹിത കേസുമായി പോകുമ്പോൾ ഇവിടെ ചില സമയത്തൊക്കെ ബ്ലോക്കിൽ പെടുന്നൊരവസ്ഥയുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന യാത്രക്കാരാണ്. ഈ യാത്രാ ദുരിതത്തെ ദേശീയപാത അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഈ ഇത്രത്തോളം കാലം ഈ റോഡ് പൊളിഞ്ഞു കിടന്നിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുമുള്ള നടപടി ഉണ്ടായിട്ടില്ല. വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കുഴികൾ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ചില കുഴികൾ വലിയ ആഴമുള്ളതിനാൽ കുഴിയിൽ വീണാൽ വാഹനം മറിഞ്ഞ് അപകടം ഉറപ്പ്. ഈ മേഖലയിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. പ്രധാന പാത തുറന്നു കൊടുക്കാത്തതിനാൽ സർവീസ് റോഡിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത്. മഴ കുറഞ്ഞാൽ ക്വാറി മിശ്രിതം ഉപയോഗിച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പണികളാണ് നടക്കുന്നത്. എത്രയും വേഗം ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV, ചാവക്കാട്. റോഡിലെ കുഴികൾ മൂലം അപകടം സംഭവിച്ചാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കുമെന്ന് ജില്ലാ കളക്ടർ. തൃശൂർ ജില്ലയിലെ റോഡുകളിലെ കുഴികൾ അടിയന്തരമായി അടച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കുറ്റകരമായ അനാസ്ഥ മൂലം അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ശിക്ഷാ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് പോലീസിനും നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. റോഡിലെ കുഴികൾ മൂലം നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ റോഡുകളിലെയും അപകടകരമായ രീതിയിലുള്ള കുഴികൾ അടച്ച് അപകട സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. അതിരപ്പിള്ളി തുമ്പൂർ മുഴിയിൽ ബസ്സിന് പുറകെ ഒറ്റയാനോടി വൻ അപകടം ഒഴിവായി. കേളായി എന്ന സ്വകാര്യ ബസ്സിന് തൊട്ടു മുന്നിലൂടെയാണ് കുളതീരത്തിൽ നിന്നും ആന മലയിലേക്ക് ഓടിയത്. തുമ്പൂർമൊഴി പാർക്കിന് തൊട്ടരികിലായിരുന്നു സംഭവം. ബസ്സിന് വേഗത കുറവായതിനാൽ ആനയുടെ ദേഹത്ത് ഇടിക്കാതിരുന്നത് മൂലം അപകടം ഒഴിവായി.
കയ്പമംഗലത്ത് ക്ഷേത്രത്തിൽ മോഷണം. മൂന്നുപിടിക സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തിത്തുറന്ന് ദേവീ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന താലിമാല കവർന്നു. ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയും കുത്തി തുറന്നിട്ടുണ്ട്. പുറത്തെ ഭണ്ഡാരം തകർത്ത് പണവും കവർന്നു. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പുപാത്രങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാലത്ത് ക്ഷേത്രം തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. ക്ഷേത്രം തുറക്കാൻ വന്നപ്പോൾ നമ്മുടെ തിടപ്പള്ളി അതേപോലെ ശാന്തി മഠം കുത്തി തുറന്ന ഒരു നിലയിലാണ് കണ്ടത്. അതേപോലെ ക്ഷേത്രം തുറന്നപ്പോൾ ദേവിയുടെ കഴുത്തിലുള്ള സ്വർണ്ണത്തിൻ്റെ താലി ഉണ്ടായിരുന്നു, അതും പൊട്ടിച്ച നിലയിലാണ് കണ്ടത്. അതേപോലെ ഞങ്ങൾ വിളക്കൊക്കെ വയ്ക്കുന്ന റൂമുണ്ട്, ആ റൂം കുത്തിപ്പൊളിച്ച നിലയിലൊക്കെയാണ് കാണുന്നത്. ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് പൈസ, അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പൈസ മൊത്തം കൊണ്ടുപോയിട്ടുണ്ട്. മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ അനാസ്ഥ മൂലമാണ് കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കിയതെന്ന് ആരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ഠാണാവിൽ നിന്നും ആരംഭിച്ച മാർച്ച് SBI ബാങ്കിന് സമീപം പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ KSU പ്രവർത്തകർ ശ്രമിച്ചത് പോലീസുമായി സംഘർഷത്തിനിടയാക്കി. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന പ്രവർത്തകരെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് താഴെയിറക്കി. പ്രതിഷേധ മാർച്ച് KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ കൊരട്ടി പഞ്ചായത്തിൽ പ്രതിപക്ഷ ബഹളം. യോഗം ബഹിഷ്കരിച്ച അംഗങ്ങൾ കോൺഫറൻസ് ഹാളിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. പഞ്ചായത്ത് കാര്യാലയത്തിന് പുറത്ത് പ്രതിഷേധവുമായി UDF പ്രവർത്തകരും തമ്പടിച്ചു. മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിപക്ഷം പ്രമേയം അവതരിപ്പിച്ചതാണ് ബഹളത്തിനിടയാക്കിയത്. ഇത്തരമൊരു തീരുമാനം പഞ്ചായത്ത് എടുത്തിട്ടില്ലെന്ന് പ്രസിഡന്റ് PC ബിജു യോഗത്തിൽ വിശദീകരിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 26 നടന്ന യോഗത്തിലെ അജണ്ട ഇത് തീരുമാനിച്ചിരുന്നുവെന്നും ഇതിനെതിരായാണ് ഇപ്പോൾ പ്രമേയം കൊണ്ടുവന്നതെന്നും UDF അംഗങ്ങൾ വ്യക്തമാക്കി. ദേശീയപാത 66 ബൈപ്പാസ് റോഡിൽ തൃത്തല്ലൂർ ഹെൽത്ത് സെന്റർ റോഡിന് കുറുകെ കടന്നുപോകുന്ന മേൽപ്പാലത്തിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടു. 2 ഭാഗങ്ങളായി നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന്റെ ഒരു ഭാഗത്തിന്റെ സ്ലാബ് താഴേക്ക് ഇടിഞ്ഞിറങ്ങിയ നിലയിലാണ്. പാലത്തിന്റെ അപകടാവസ്ഥ ഒഴിവാക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി സമീർ ഹംസ, പൊതുപ്രവർത്തകരായ ഖാദർ ചേലോട്, ജയതിലകൻ ചാളിപ്പാട്ട് എന്നിവർ ആവശ്യപ്പെട്ടു. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂരിൽ സ്കൂൾ പരിസരത്ത് നിന്ന് കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. എറണാകുളം ചെറായി സ്വദേശി നടുമുറി വീട്ടിൽ അക്ഷയ്, കോതപ്പറമ്പ് തോട്ടത്തിൽ വീട്ടിൽ മുഹമ്മദ് യാസിൻ, എറിയാട് PSN കവല പുതിയ വീട്ടിൽ അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു. പ്രതികൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർമാരായ K സാലിം, സജിൽ തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ദേശീയപാത കൊരട്ടി പെരുമ്പിയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. അങ്കമാലിയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് മറിഞ്ഞു. ഡിവൈഡറിൽ തല കീഴായി കിടന്ന കാറിന്റെ ഒരു ഭാഗത്ത് പിന്നീട് മറ്റൊരു കാർ വന്നിടിക്കുകയായിരുന്നു. മലപ്പുറത്തേക്ക് പോയിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറാണ് മറിഞ്ഞുകിടന്നിരുന്ന കാറിലിടിച്ചത്. പരിക്കേറ്റ മലപ്പുറം സ്വദേശികളെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരോട്ടിച്ചാൽ വഴിനടച്ചിറപ്പാലത്തിന് സമീപം റോഡ് തകർന്നു. ഇതുവഴിയുള്ള വാഹനയാത്ര അപകടാവസ്ഥയിൽ. റോഡിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് ഇടിഞ്ഞത്. ഏറെ നാളായി വഴിനടച്ചിറപ്പാലവും സമീപത്തെ റോഡും അപകടാവസ്ഥയിലായിരുന്നു. ജനപ്രതിനിധികളും നാട്ടുകാരും നിരന്തരം റോഡിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോവുകയായിരുന്നു.
വഴിനടച്ചിറ പാലവും അപകടാവസ്ഥയിലാണ്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ ദുരവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുസ്രിസ് ബസ് സ്റ്റാൻഡ് റോഡിന് ശാപമോക്ഷം. 30 ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് ടൈൽ വിരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ലക്ഷ്മി തിയേറ്ററിന് കിഴക്കുവശത്തു നിന്നും ആരംഭിച്ച് പുതിയ മുസിരീസ് ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിന്റെ ഒരു ഭാഗം നേരത്തെ ടൈൽ വിരിച്ചിരുന്നു. എന്നാൽ ബാക്കിയുള്ള ഭാഗം തകർന്ന നിലയിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ റോഡിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി നവീകരിക്കുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാകും. ഈ കഴിഞ്ഞ മഴക്കാലത്ത് ജനജീവിതം ആകെ ദുസ്സഹമാക്കുന്ന രീതിയിലേക്ക് റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ മാറുന്ന സ്ഥിതി ഉണ്ടായി. റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് ഈ അടുത്ത ആഴ്ചയ്ക്കകം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കോൺട്രാക്ടറും അതോടൊപ്പം ഉദ്യോഗസ്ഥരും അറിയിച്ചിരിക്കുന്നത്. തൃശൂർ പറവൂർ റോഡുകളെ ബന്ധിപ്പിക്കുന്ന സമാന്തര റോഡാണ് മുസിരീസ് ബസ് സ്റ്റാൻഡ് റോഡ്. നഗരത്തിൽ ഗതാഗത തിരക്ക് ഏറുമ്പോഴും മറ്റും വാഹനയാത്രികർ ആശ്രയിക്കുന്ന പ്രധാന മാർഗമാണിത്. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ പതിവാണെങ്കിലും ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരുന്നു. ടൈൽ വിരിക്കൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വെള്ളിക്കുളങ്ങര വെറ്റിലപ്പാറ റീച്ചിലെ മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിക്കുന്നു. കോർമലയിൽ നിന്ന് തുടങ്ങി ചായ്പൻകുഴി വരെയുള്ള റോഡിലെ കലുങ്ക്, കാന എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിലാണ്. 12 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മാണം. നഷ്ടപരിഹാരത്തുക കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ട് ചില ഭൂവുടമകൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാരത്തുക ലഭിച്ചവരുടെ വീടുകളിൽ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും സന്ദർശനം നടത്തി. ശുചിത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേട്ടത്തിനൊത്ത് ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. ജനകീയ ശുചീകരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. താലൂക്ക് ഓഫീസ് പരിസരത്ത് ശുചീകരണം നടത്തിയാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ OR ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR അനൂപ് കിഷോർ, AM ജമീല B, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനായി സ്കൂളിന് സമീപത്തുള്ള വാടക വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിച്ച പശ്ചിമബംഗാൾ സ്വദേശിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കീഴ്പള്ളിക്കര പോസ്റ്റ് ഓഫീസിന് സമീപം സ്കൂളിനടുത്തുള്ള വാടക വീട്ടിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇസാജുൽ എന്നയാളാണ് പിടിയിലായത്. ഇയാൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഗുരുവായൂർ നിയോജക മണ്ഡലം തല പട്ടയമേള ഈ മാസം 28-ന് പുന്നയൂർ പഞ്ചായത്തിൽ നടക്കും. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 145 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. പട്ടയമേള നടത്തുന്നത് സംബന്ധിച്ച് MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, വിജിത സന്തോഷ്, തഹസിൽദാർ കിഷോർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുമനയൂരിലെ യുവജന ക്ലബ്ബുകളോടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. സാന്ദ്ര കൊച്ചു, മേഘ സേവിയർ, മനു ആന്റോ, ചാൾസ് ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. മനസ്സിലാക്കി കൊടുക്കുന്നതിന് കൂടി വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. കയ്പമംഗലം ചളിങ്ങാട് വ്യാജ ലോട്ടറി നൽകി വിൽപ്പനക്കാരിയിൽ നിന്നും പണം തട്ടിയതായി പരാതി. നറുക്കെടുപ്പിൽ 5000 രൂപ പ്രൈസ് അടിച്ച കേരള ലോട്ടറിയുടെ വ്യാജ ടിക്കറ്റുകൾ നൽകിയാണ് പണം തട്ടിയെടുത്തത്. ബൈക്കിലെത്തിയ യുവാവാണ് ചളിങ്ങാട് ക്ഷേത്രനടയിലും പള്ളിനടയിലും ലോട്ടറി കച്ചവടം ചെയ്യുന്നവരെ കബളിപ്പിച്ച് 15000 രൂപ തട്ടിയെടുത്തത്. ഈ മാസം 13-ാം തീയതി നറുക്കെടുത്ത കേരള സമൃദ്ധി ലോട്ടറി ടിക്കറ്റിന്റെ ഫോട്ടോ കോപ്പിയെടുത്താണ് വിരുദ്ധൻ തട്ടിപ്പ് നടത്തിയത്. ക്ഷേത്രനടയിലെ മിൽട്ടൺ ഏജൻസിയിൽ നിന്നും 2 ടിക്കറ്റ് നൽകി 10000 രൂപയും പള്ളിനടയിലെ ലോട്ടറി കച്ചവടക്കാരന് 1 ടിക്കറ്റ് നൽകി 1800 രൂപയുടെ ടിക്കറ്റും ബാക്കി തുകയും വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത്. കച്ചവടക്കാർ കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. കാട്ടൂർ പുതുക്കുളത്തിന് സമീപം കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. പുതുക്കുളത്തിലേക്ക് നിർമ്മിച്ച കാന അശാസ്ത്രീയമാണെന്നും സമീപത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നിർമ്മിച്ച താൽക്കാലിക തോട് അപകടക്കെണിയാണെന്നും ആരോപിച്ചാണ് ധർണ നടത്തിയത്.
കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി പ്രദീപ് നെടുമ്പുള്ളി അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ CL ജോസ്, അംബുജ രാജൻ, മോളി പിയൂസ്, ജയ്ഹിന്ദ് രാജൻ, ജിതേഷ് കതിരപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പാതയിലെ മരണക്കുഴികൾ നികത്താത്തതിനെതിരെ പ്രതിഷേധം ശക്തം. അത്താണിയിൽ ഭീമൻ ഐസ് കട്ടയിൽ പെയിന്റടിച്ച് കോൺഗ്രസ് വേറിട്ട പ്രതിഷേധം നടത്തി. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അത്താണി, കെൽട്രോൺ, കുറാഞ്ചേരി പ്രദേശങ്ങളിലായി നിരവധി ഭീമൻ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കനത്ത മഴയിൽ പാറമണലും മെറ്റലും ഉപയോഗിച്ച് സംസ്ഥാന പാതയിലെ കുഴികളടയ്ക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ തലതിരിഞ്ഞ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം കുഴിയടച്ച് 24 മണിക്കൂറിനുള്ളിൽ കുഴികൾ വീണ്ടും പഴയപടിയായതോടെയാണ് പ്രതിഷേധമുയർന്നത്. റോഡരികിലിട്ട ഭീമൻ ഐസ് കട്ടയിൽ പെയിന്റടിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർ ഇതുപോലെയാണ് ഇടത് സർക്കാരിന്റെ റോഡ് നവീകരണ പ്രവർത്തനങ്ങളെന്നും പരിഹസിച്ചു. DCC സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറിമാരായ CA ജെയിംസ്, ബാബു കണ്ണനായ്ക്കൽ, നഗരസഭാ കൌൺസിലർ KM ഉദയബാലൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജീഷ് കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചന്ദ്രാപിന്നിയിൽ തുണിക്കടയിലേക്ക് അതിക്രമിച്ചു കയറി കടയുടമയെയും മകനെയും ആക്രമിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിന്നി ചക്കുഞ്ഞിനഗർ സ്വദേശികളായ പുളിക്കൽ വീട്ടിൽ കിരൺ, ചക്കഞ്ചത്ത് വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 17-ന് ചന്ദ്രാപിന്നി സെന്ററിന് സമീപം തുണിക്കട നടത്തുന്ന കഴിമ്പ്രം സ്വദേശി നന്ദകുമാറിനെയും മകനെയുമാണ് ആക്രമിച്ചത്. തുണിക്കടയുടെ മുൻവശത്ത് വെച്ച കിരൺ ഫോണിൽ അസഭ്യം പറയുന്നത് നന്ദകുമാർ ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ചാലക്കുടി ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപം പാടത്ത് മൃതദേഹം കണ്ടെത്തി. ഏകദേശം 45 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹം. കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. വെളുത്ത മുണ്ടും ബ്രൌൺ ഷർട്ടുമാണ് വേഷം. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സിന്റെ ഉദ്ഘാടനം 27-ന് നടക്കും. ഉച്ചയ്ക്ക് 12-ന് ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. 5 നിലകളിലായി 22,000 ചതുരശ്ര അടിയാണ് വിസ്തീർണം. 5.53 കോടി ചെലവിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കെട്ടിടത്തിലെ ഒരു കടമുറി 1 ലക്ഷം രൂപ മാസവാടകയ്ക്കാണ് ലേലം ചെയ്തത്. ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറം ബയോ പാർക്കിൽ നിന്ന് 6 അടി നീളമുള്ള 2 മൂർഖൻ പാമ്പുകളെ പിടികൂടി. ഹരിതകർമ്മസേന ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യ ചാക്കുകൾക്കിടയിൽ നിന്നാണ് പാമ്പുകളെ പിടികൂടിയത്. മാലിന്യം വേർതിരിക്കുന്നതിനിടെയാണ് തൊഴിലാളികൾ പാമ്പിനെ കണ്ടത്. സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ പാമ്പുകളെ പിടികൂടി കൊണ്ടുപോയി. നേരത്തെയും ഇവിടെ നിന്ന് പാമ്പുകളെ പിടികൂടിയിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ബയോ പാർക്കിൽ എത്തിയവർക്ക് പാമ്പുകടിയേറ്റിരുന്നു. 100ഓളം സ്ത്രീ തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കിഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ഗജവീരൻ ചെമ്പൂക്കാവ് വിജയ് കണ്ണന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. 25 ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, ദേവസ്വം ഓഫീസർ അഖിൽ നന്ദകുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PG റോയ് എന്നിവർ പങ്കെടുത്തു.
മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പാവർട്ടി പഞ്ചായത്ത് പരിസരം ശുചീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷയായി. മെമ്പർമാരായ സിൽജി ജോജു, സിബി ജോൺസൺ, സുനിത രാജു, സുബ്രഹ്മണ്യൻ, സരിത രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ കഴിഞ്ഞിരുന്ന വയോധിക ദമ്പതികൾക്ക് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിൽ നഗരസഭ അഗതി മന്ദിരത്തിൽ താമസം ഒരുങ്ങി. തിരുവെങ്കിടം സ്വദേശിനി രാധ, ഭർത്താവ് മോഹൻദാസ് എന്നിവർക്കാണ് നഗരസഭ തണലേകിയത്. ഇരുവർക്കും പ്രായാധിക്യം മൂലം ജോലി ചെയ്യാനാകാത്ത സ്ഥിതിയായിരുന്നു. മക്കളില്ലാത്ത ഇവർ മമ്മിയൂരിലെ വാടക ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത്. വാടക നൽകാൻ നിവൃത്തിയില്ലാതെ വന്നതോടെ 1 മാസത്തോളം ക്ഷേത്രനടയിലാണ് കഴിഞ്ഞത്. മഴ ശക്തമായതോടെ 2 മാസത്തോളമായി മേൽപ്പാലത്തിന് താഴെയാണ് തലചായ്ക്കുന്നത്. ശക്തമായ മഴയിൽ തണുത്ത് വിറങ്ങലിച്ച ഇവരെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ അജു എം ജോണി നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസിനെ സമീപിച്ചു. ടെമ്പിൾ പോലീസ് SHO ജി അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ രേഖകൾ തയ്യാറാക്കി അഗതി മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു. വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്ന പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു. മണ്ണ് പരിശോധനയ്ക്കായി പൊതുമരാമത്ത് വകുപ്പ് എറണാകുളം ഇൻവെസ്റ്റിഗേഷൻ വിംഗിലെ അധികൃതർ വടക്കാഞ്ചേരിയിലെത്തി. ബൈപ്പാസിന്റെ ഭാഗമായുള്ള റോഡ്, പുഴപ്പാലം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡിസൈൻ വിഭാഗത്തിന് ആവശ്യമായ ഡാറ്റ ലഭ്യമാക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മണ്ണിന്റെ ഘടനയും പാറയുടെ സാന്നിധ്യവും ദൃഢതയും പരിശോധിക്കുന്നതിനാണ് സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റുകൾ നടത്തുന്നത്. നേരത്തെ ജനുവരി മാസത്തിൽ 32 പോയിന്റുകളിൽ മണ്ണു പരിശോധന പൂർത്തീകരിച്ചിരുന്നു. PWD ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം തുടർ മണ്ണു പരിശോധന പൂർത്തിയാക്കി ബോർഹോളുകളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിശോധനകൾക്കായി അയക്കും. DPR പൂർത്തിയാക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സ്ഥലത്തെത്തിയ സേവിയർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. തൃശൂർ നഗരസഭ വൈദ്യുതി വിഭാഗത്തിൽ നിന്നും 2 വർഷം മുൻപ് വിരമിച്ച ഉദ്യോഗസ്ഥന് നൽകാനുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് അപേക്ഷ ലഭിച്ചാൽ 6 ആഴ്ചയ്ക്കകം നഗരസഭാ സെക്രട്ടറി തീർപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. തിരുവനന്തപുരം പൂഴിക്കുന്ന് വെങ്കടമ്പ് സ്വദേശി കെ രാജേന്ദ്രൻ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. പരാതിയിൽ കമ്മീഷൻ നിരവധി ഉത്തരവുകൾ പാസാക്കിയിരുന്നു. തുടർന്ന് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥനെയും നഗരസഭാ സെക്രട്ടറിയെയും നേരിൽ കേട്ടു. തുടർന്നാണ് ഉത്തരവ് നൽകിയത്. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന വി കേശവന്റെ 2ാം ചരമവാർഷികത്തിൽ യങ് ഇന്ത്യ ക്ലബ് 5 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. യുണൈറ്റഡ് സ്പോർട്സ് ഹബ്ബിൽ നടന്ന മത്സരം കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗം KR ഗിരീഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MM സലിം, പഞ്ചായത്ത് അംഗം സുധീഷ് പറമ്പിൽ, കോൺഗ്രസ് നേതാക്കളായ PS സുനീഷ്, സഫീന അസീസ്, അഡ്വക്കേറ്റ് PK ശ്യാം, യദുകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എടക്കളത്തൂരിൽ വളക്കുളം പാടശേഖരത്ത് മോട്ടോർ ഷെഡിന്റെയും ഷട്ടറിന്റെയും നിർമ്മാണം പൂർത്തിയായി. തൊള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം VK രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു. പാടശേഖര സമിതി കൺവീനർ PP രാമചന്ദ്രൻ, പറപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK സുബ്രഹ്മണ്യൻ, ജനപ്രതിനിധികളായ ലില്ലി ജോസ്, ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ, ഷീന തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം മണ്ഡലത്തിൽ ലഹരി വിമുക്തിക്കായി ദ്യുതി കൌൺസിലിംഗ് സെന്ററിന് തുടക്കം. ET ടൈസൺ MLAയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ച സെന്റർ എല്ലാ ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കും. ഹെൽപ്പ് ലൈൻ സേവനവും ഉണ്ടാകും. സ്കൂളുകളിലും പൊതുസ്ഥാപനങ്ങളിലും കൌൺസിലിംഗ് സംവിധാനത്തെക്കുറിച്ച് പ്രചരണം നടത്തി സെല്ലിന്റെ സേവനം കാര്യക്ഷമമാക്കും. യോഗത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിനീത മോഹൻദാസ്, TK ചന്ദ്രബാബു, ശോഭന രവി, MS മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. അത്ര ഗംഭീരമായി അദ്ദേഹം വിളിച്ച് പേഴ്സണലായിട്ട് അദ്ദേഹം ഈ നടക്കുന്ന പ്രവർത്തനത്തെ നമ്മളോട് 4 വ്യത്യസ്ത മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം കരസ്ഥമാക്കിയ മണലൂർ കുടുംബാരോഗ്യ പ്രവർത്തകരെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂളിലെ NSS യൂണിറ്റ് ആദരിച്ചു. മെഡിക്കൽ ഓഫീസർ പ്രിയേഷ്, പ്രിൻസിപ്പാൾ ആബിദ, R രാജശ്രീ, സ്മിത ജയദേവ് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വി കേശവൻ അനുസ്മരണവും SSLC+2 വിദ്യാർത്ഥികൾക്ക് രാജീവ് ഗാന്ധി പുരസ്കാര വിതരണവും നടത്തി.
DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MM സലിം തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിക്കായി 20 കോടിയിലധികം രൂപ ചെലവിട്ട് നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിനെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് AICC അംഗം അനിൽ അക്കര ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്നും പ്ലാന്റ് സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. പ്ലാന്റ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അനിൽ അക്കര. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CC ശ്രീകുമാർ, DCC സെക്രട്ടറി സിജു പാവർട്ടി, AT സ്റ്റീഫൻ, നഗരസഭാ കൌൺസിലർമാരായ BV ജോയ്, അജിത അജിത്, ഷിൽവ ജോഷി, KM മെഹറൂഫ്, KV സത്താർ തുടങ്ങിയവരും അനിൽ അക്കരയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അരിമ്പൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷനായി. ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ജോസഫ് ഇട്ടീര, ഫാർമസിസ്റ്റ് ഹരികൃഷ്ണൻ, രാജി, ജനപ്രതിനിധികളായ CP പോൾ, ഹരിദാസ് ബാബു, ജില്ലി വിൽസൺ, സലിജ സന്തോഷ്, ഷിമി ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് ബീച്ച് സ്വദേശി ഓളാട്ട് വീട്ടിൽ വിജയ് ബാബുവിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ അബീഷ്, വിഷ്ണു, ആനന്ദ് എന്നിവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. വലപ്പാട് സ്റ്റേഷൻ പരിധിയിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേരെ കാപ്പ ചുമത്തി നാടുകടത്തി. നാട്ടിക ഉന്നതി സ്വദേശികളായ വട്ടേക്കാട്ട് വീട്ടിൽ അമൽ, പട്ടാട്ട് വീട്ടിൽ മിഥുൻ എന്നിവരെയാണ് 6 മാസത്തേക്ക് നാടുകടത്തിയത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ ഹരി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ഒല്ലൂർ പള്ളി സ്റ്റോപ്പിന് സമീപം മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് തൃശൂർ ഒല്ലൂർ റൂട്ടിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് കൊമ്പ് മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വാടാനപ്പള്ളി യൂണിറ്റിന്റെ 25ാം വാർഷിക പൊതുയോഗം നടന്നു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബിൽ നടന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരമ്പൻ, ജില്ലാ ട്രഷറർ KC ജോർജൻ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പുതുക്കാട് കാവലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുത കമ്പി പൊട്ടിവീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാം. കാറ്റിൽ മരച്ചില്ല വീണതാണ് കമ്പി പൊട്ടിവീഴാൻ കാരണം. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ ആമ്പല്ലൂർ ദേശീയപാത. കുണ്ടും കുഴിയും നിറഞ്ഞ് കുന്നംകുളം നഗരത്തിലെ റോഡുകൾ. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ തിങ്കളാഴ്ച മുതൽ സ്വകാര്യ ബസുകൾ സർവീസ് നിർത്തിവെക്കും. റോഡിലെ കുഴിയിൽ വീണ് അപകടമുണ്ടായാൽ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ കേസെടുക്കുമെന്ന് ജില്ലാ കളക്ടർ. അതിരപ്പള്ളി തുമ്പൂർ മൊഴിയിൽ ബസിന് പുറകെ ഒറ്റയാനോടി. ഒഴിവായത് വൻ അപകടം. കയ്പമംഗലത്ത് 3 പീടിക നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തിത്തുറന്ന് വിഗ്രഹത്തിലെ മാല കവർന്നു. ഭണ്ഡാരം തകർത്ത് പണവും കവർന്നു. ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തി. ബാരിക്കേഡുകൾ മറിച്ചിടാൻ KSU പ്രവർത്തകർ ശ്രമിച്ചത് പോലീസുമായി സംഘർഷത്തിനിടയാക്കി. ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ കൊരട്ടി പഞ്ചായത്തിൽ പ്രതിപക്ഷ ബഹളം. മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിപക്ഷം പ്രമേയം അവതരിപ്പിച്ചതാണ് ബഹളത്തിനിടയാക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.